ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ലൈഫ് ട്രാക്ക് മലയാളം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ 4ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നിങ്ങൾ ആദ്യത്തെ 3 ദിവസത്തെ ക്ലാസ് നല്ല വെടിപ്പായിട്ട് തറവായിട്ട് പഠിച്ചു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഫൗണ്ടേഷൻ ക്ലാസ് മുതൽ കാണാത്തവരുണ്ടെങ്കിൽ, ആരെങ്കിലും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പോയി കണ്ട് അതിൽ ആദ്യത്തെ തുടക്കം തൊട്ട് ആ ഒരു ഓർഡറിൽ പഠിച്ചു പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കണ്ടിന്യൂറ്റി ഇല്ലാണ്ട് നിങ്ങൾ പഠിച്ചു പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകും. അപ്പോൾ അത് കാണാത്തവർ തീർച്ചയായിട്ടും അത് കാണാം. നമ്മുടെ 10 days ഫുൾ സിലബസ് കവർ ചെയ്യുന്ന മാരത്തോൺ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ഇനിയും ആരെങ്കിലും ബാക്കിയുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും ജോയിൻ ചെയ്യാം. നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20 മാർക്കേ കിട്ടുള്ളൂ. ബാക്കിയുള്ള ഭാഗം കൂടെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലാസ്റ്റ് മിനിറ്റിന്റെ ആ ഒരു പ്രിപ്പറേഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണം. അതുപോലെ ലൈഫ് ട്രാക്കിന്റെ സൈഡിൽ നിന്ന് PSCയുടെയോ SSCയുടെയോ ഏതെങ്കിലും മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒഫീഷ്യൽ മെയിലിലേക്കോ വാട്സപ്പിലേക്കോ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. നമ്മുടെ കൺസേൺ ടീം നിങ്ങൾക്ക് അത് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ 4ാമത്തെ ദിവസത്തെ ക്ലാസ്സിലേക്ക് പെട്ടെന്ന് പോവാം. നമ്മൾ ആ 2ാമത്തെ 3ാമത്തെ ദിവസം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് എയ്ഡ് ആയിരുന്നു. അതിന്റെ തന്നെ ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പോർട്ടബിൾ ഫയർ എക്സ്റ്റിൻഗ്വിഷേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ആ മറ്റേ കീ പോയിന്റ്സ് ആണ്, അതായത് കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുള്ള ഫസ്റ്റ് എയ്ഡിന്റെ കുറച്ചും കൂടെ ഇൻഡെപ്ത് ആയിട്ടുള്ള കീ പോയിന്റ്സ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ചെറിയ തീപിടുത്തങ്ങൾ തുടക്കത്തിൽ തന്നെ അണയ്ക്കാൻ ഉപയോഗിക്കുന്ന എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാവുന്ന ഉപകരണങ്ങളെയാണ് എന്ത് പറയുന്നത്? പോർട്ടബിൾ ഫയർ എക്സ്റ്റിൻഗ്വിഷേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. ഇവയിൽ മെയിൻ ആയിട്ട് എന്താ പറയുന്നത്? മെയിൻ ആയിട്ട് പ്രഷർ ഗേജ് ഉണ്ടായിരിക്കും. പ്രഷർ ഗോജ്, ഇംഗ്ലീഷിൽ ഗോജ് എന്ന് പറയും, മലയാളത്തിൽ പ്രഷർ ഗേജ് എന്നാണ് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത്. നിങ്ങൾക്ക് പ്രഷർ ഗോജ് എന്നോ ഗേജ് എന്നോ പറയാൻ നിങ്ങൾ ഉത്തരം തെറ്റിക്കാണ്ടിരുന്നാൽ മതി. സൂചി പച്ച നിറത്തിലാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഉപകരണം ഉപയോഗയോഗ്യമാണെന്ന് ഉറപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ CO2 എക്സ്റ്റിൻഗ്വിഷറുകളിൽ പ്രഷർ ഗേജ് ഉണ്ടാകാറില്ല. പകരം എന്താണ് ഉണ്ടാവാറുള്ളത്? തൂക്കം നോക്കിയാണ് അളവ് മനസ്സിലാക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായാൽ നോക്കിയടാ. ഓക്കെ, നെറ്റ് ഒന്ന് പോയതാണേ. ഓക്കെ, ഈ പോർട്ടബിൾ ഫയർ എക്സ്റ്റിൻഗ്വിഷറിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ മക്കളെ? ചെറിയ തീപിടുത്തങ്ങൾ തുടക്കത്തിൽ തന്നെ അണയ്ക്കാൻ ഉപയോഗിക്കാവുന്ന എന്നാൽ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാവുന്ന ഉപകരണങ്ങളെയാണ് എന്ത് പറയുന്നത്? പോർട്ടബിൾ ഫയർ എക്സ്റ്റിൻഗ്വിഷേഴ്സ് എന്ന് പറയുന്നത്. ഇവയിൽ പ്രധാനമായിട്ട് പ്രഷർ ഗേജ് ഉണ്ടാവും. സൂചി പച്ച നിറത്തിലാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഉപകരണം ഉപയോഗയോഗ്യമാണെന്ന് ഉറപ്പാക്കാൻ സാധിക്കൂ. CO2 എക്സ്റ്റിൻഗ്വിഷർ ആണെന്നുണ്ടെങ്കിൽ പ്രഷർ ഗേജ് ഉണ്ടാകില്ല, പകരം തൂക്കം നോക്കിയാണ് അളവ് മനസ്സിലാക്കുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ഭാഗത്തിലേക്ക് പോവാം. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാസ് മെത്തേഡ് ആണ്. പാസ് രീതി. ഒരു ഫയർ എക്സ്റ്റിൻഗ്വിഷർ ശരിയായി പ്രവർത്തിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അന്താരാഷ്ട്ര തരത്തിലുള്ള ചുരുക്കപ്പേരാണ് എന്ത്? പാസ് എന്ന് പറയുന്നത് അല്ലെ. എന്താണ്? ഒന്നുകൂടെ പറയുന്നു. ഒരു ഫയർ എക്സ്റ്റിൻഗ്വിഷർ ശരിയായി പ്രവർത്തിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അന്താരാഷ്ട്ര തലത്തിലുള്ള ചുരുക്കപ്പേരാണ് എന്ത്? പാസ്. സെറ്റ് അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഈ പാസിന്റെ ഫുൾ ഫോം പഠിക്കാം. P for pull the pin. സേഫ്റ്റി പിന്ന് വലിച്ചു ചുരുക്കുക എന്നുള്ളതാണ് പിയുടെ ഫുൾ ഫോം വരുന്നത്. എയുടെ ഫുൾ ഫോം എന്താണ് വരുന്നത്? എയിം അറ്റ് ദ ബേസ് ഓഫ് ദ ഫയർ. തീയുടെ അടിഭാഗത്തേക്ക് ഹോസ് ലക്ഷ്യം വെക്കുക എന്നുള്ളതാണ് സംഭവം പറയുന്നത്. ഓക്കെ, പിന്നെയുള്ള എന്താണ്? S for squeeze the lever. ഹാൻഡിൽ അമർത്തുക. ആൻഡ് അടുത്ത S എന്ന് പറയുന്നത് സ്വീപ് ഫ്രം ദ സൈഡ് ടു സൈഡ്. ഹോസ് ഇരുവശങ്ങളിലേക്കും ചലിപ്പിച്ച് തീ അണയ്ക്കുന്നതിന്റെ ഒരു രീതിയാണ് പറയുന്നത്. പാസിന്റെ ഫുൾ ഫോംസ് പെട്ടെന്ന് പഠിച്ചുതരാം. ഒരു ഫയർ എക്സ്റ്റിൻഗ്വിഷർ ശരിയായി പ്രവർത്തിക്കാൻ ഉപയോഗിക്കുന്ന അന്താരാഷ്ട്ര തലത്തിലുള്ള ചുരുക്കപ്പേരാണ് എന്ത്? പാസ് എന്ന് പറയുന്നത്. P for pull, A for aim, S for squeeze, S for sweep. ഈ ഒരു 4 സംഭവങ്ങളൊന്ന് പെട്ടെന്ന് പഠിച്ചേ. സെറ്റ് അല്ലേ? പാസ് രീതി ക്ലിയർ ആയില്ലടാ? ഓക്കെ അല്ലേ? ഈ ഒരു 4 രീതി ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യാ? നമ്മൾ ഫയർ എക്സ്റ്റിൻഗ്വിഷേഴ്സ് യൂസ് ചെയ്യുക. ഈ ഒരു സംഭവം എന്താണ്? ഉൾപ്പെടാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ, അതായത് എയിം ചെയ്യുന്ന രീതികളിൽ ഉൾപ്പെടാത്തത് ചോദിച്ചിട്ടാണ് പലപ്പോഴും PSC ഫയർമാന്റെ ഫയർവുമന്റെ ക്വസ്റ്റ്യനിലായിട്ട് ചോദിക്കാറുള്ളത്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ ഫയർ എക്സ്റ്റിൻഗ്വിഷേഴ്സ് യൂസ് ചെയ്യുന്ന കാര്യം, ഒരു പാസ് രീതി പറഞ്ഞപ്പോൾ നമ്മളൊരു ഹോസസ് എന്നുള്ളൊരു സംഭവം കേട്ടു. അപ്പൊ എന്താണ് മക്കളെ ഹോസസ്? നിങ്ങൾക്ക് പലപ്പോഴും മനസ്സിൽ ഇപ്പോൾ തോന്നിയിട്ടുണ്ടാവും, എന്താണ് ഇപ്പൊ ഈ മാം ഹോസസ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്? അതിന്റെ ഡെഫിനേഷനാണ് ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഉയർന്ന മർദ്ദത്തിൽ വെള്ളമോ മറ്റ് അഗ്നിശമന മാധ്യമങ്ങളോ തീപിടിച്ച സ്ഥലത്തേക്ക് എത്തിക്കാൻ ഉപയോഗിക്കുന്ന പൈപ്പുകളെയാണ് എന്ത് പറയുന്നത്? ഫയർ ഹോസുകൾ എന്ന് പറയുന്നത്. ഒന്നുകൂടെ, ഉയർന്ന മർദ്ദത്തിൽ വെള്ളമോ മറ്റ് അഗ്നിശമന മാധ്യമങ്ങളോ തീപിടിച്ച സ്ഥലത്തേക്ക് എത്തിക്കാൻ ഉപയോഗിക്കുന്ന പൈപ്പുകളെയാണ് എന്ത് പറയുന്നത്? ഫയർ ഹോസുകൾ. സെറ്റ് അല്ലടാ? അടുത്ത ഭാഗം എന്താണ്? പ്രധാന ഇനങ്ങൾ എന്താണ്? സക്ഷൻ ഹോസ്. കിണർ, കുളം തുടങ്ങിയ സ്രോതസ്സുകളിൽ നിന്ന്
വെള്ളം പമ്പ് ചെയ്തെടുക്കാൻ ഉപയോഗിക്കുന്ന കട്ടിയുള്ള ഹോസിനെ എന്താണ് സക്ഷൻ ഹോസ് എന്നാണ് പറയുക. കിണർ, കുളം തുടങ്ങിയ സ്രോതസ്സുകളിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്തെടുക്കാൻ ഉപയോഗിക്കുന്ന കട്ടിയുള്ള ഹോസിനെയാണ് സക്ഷൻ ഹോസ് എന്ന് പറയുന്നത് അല്ലെ. ഇനി ഡെലിവറി ഹോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പമ്പിൽ നിന്ന് തീ പിടിച്ച സ്ഥലത്തേക്ക് വെള്ളം ഉയർന്ന മർദ്ദത്തിൽ എത്തിക്കാൻ ഉപയോഗിക്കുന്ന ഫ്ലെക്സിബിൾ ഹോസിനെയാണ് ഡെലിവറി ഹോസ് എന്ന് പറയുന്നത് അല്ലെ. ഒന്നുകൂടെ, പമ്പിൽ നിന്ന് തീ പിടിച്ച സ്ഥലത്തേക്ക് വെള്ളം ഉയർന്ന മർദ്ദത്തിൽ എത്തിക്കാൻ ഉപയോഗിക്കുന്ന ഫ്ലെക്സിബിൾ ഹോസ് ആണ് എന്ത്? ഡെലിവറി ഹോസ്. ഈ രണ്ട് ഹോസുകളുടെ ഡിഫറൻസ് ഒന്ന് പെട്ടെന്ന് പഠിച്ചാടാ. സെറ്റ് അല്ലേ? ഒന്ന് നോക്കിക്കേ, എന്റെ ഡിഫറൻസ് നോക്കിയേ. സക്ഷൻ ഹോസ് എന്ന് പറയുമ്പോൾ അപ്പം അവിടെ മനസ്സിൽ കിണർ, കുളമൊക്കെ മനസ്സിൽ വരണം. ഇനി ഡെലിവറി ഹോസിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ പമ്പിൽ നിന്ന് തീ പിടിച്ച സ്ഥലത്തേക്ക് വെള്ളം ഉയർന്ന ഹൈ പ്രഷർ ടു ലോ പ്രഷർ എന്നുള്ളൊരു സംഭവം ഡെലിവറി ഹോസിലേക്ക് വരണം. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? അടുത്തതിലേക്ക് പോവാം. ഇനി ഒരു ഭാഗത്ത് നിന്ന് നിരന്തരമായിട്ട് PSC ചോദിക്കുന്ന കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് മക്കളെ നിങ്ങൾക്ക് ഞാൻ തരാനായിട്ട് പോകുന്നത്. ശ്രദ്ധിച്ച് കാണാൻ സ്കിപ്പ് ചെയ്യരുത്. ഒരു ഫയർ എക്സ്റ്റിൻഗ്വിഷർ ഉപയോഗ യോഗ്യമാണോ എന്ന് അതിന്റെ പ്രഷർ ഗേജിന്റെ സൂചി ഏത് നിറത്തിൽ നിൽക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നമ്മൾ നേരത്തെ പഠിച്ചു, പച്ച നിറത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അത് ഉപയോഗ യോഗ്യമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സെറ്റ് അല്ലേ? ഫയർ എക്സ്റ്റിൻഗ്വിഷർ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള പാസ് എന്ന ചുരുക്കപ്പേര് രണ്ടാമത്തെ അക്ഷരമായ എ എന്തിനെ സൂചിപ്പിക്കുന്നു? എയിം എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. ലക്ഷ്യം വെക്കുക. എയിം അറ്റ് ദ ബേസ് ഓഫ് ദ ഫയർ അഗ്നിയുടെ ആ ഒരു ബേസിലേക്ക് ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു എയിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ നൽകിയിരിക്കുന്നവയിൽ ഏത് തരം ഫയർ എക്സ്റ്റിൻഗ്വിഷറുകളാണ് സാധാരണയായി പ്രഷർ ഗേജ് കാണപ്പെടാത്തത്? കാർബൺ ഡൈ ഓക്സൈഡ് അല്ലടാ. കാർബൺ ഡൈ ഓക്സൈഡ് ഫയർ എക്സ്റ്റിൻഗ്വിഷറിൽ പ്രഷർ ഗേജ് കാണോ? ഇല്ല. പകരം തൂക്കം നോക്കിയിട്ടാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ക്ലാസ് ശ്രദ്ധിച്ചിരുന്ന കുട്ടികൾക്ക് സിമ്പിളായിട്ട് ഇതൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എന്നാൽ ശ്രദ്ധ കുറവിന്റെ മൂലം തെറ്റിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാനിപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു ജലാശയത്തിൽ നിന്ന് ഫയർ എഞ്ചിനിലേക്ക് വെള്ളം അടിച്ചു കയറാൻ ഉപയോഗിക്കുന്ന ഹോസിന്റെ പ്രത്യേകത എന്താണ്? ഒന്നുകൂടെ, ഒരു ജലാശയത്തിൽ നിന്ന് ഫയർ എഞ്ചിനിലേക്ക് വെള്ളം അടിച്ചു കയറ്റാൻ ഉപയോഗിക്കുന്ന ഹോസിന്റെ പ്രത്യേകത എന്താണ്? സക്ഷൻ ഹോസ് ആണ് യൂസ് ചെയ്യുക അല്ലെ. അന്തരീക്ഷ സമ്മർദ്ദം മൂലം പൈപ്പ് ചുരുങ്ങി പോകാതിരിക്കാൻ ഇതിനുള്ളിലെ കട്ടിയുള്ള വയർ അല്ലെങ്കിൽ മെറ്റൽ റിഗുകൾ നൽകിയിട്ടുണ്ടാകും. റിജിഡ് കൺസ്ട്രക്ഷൻ ആണ് അല്ലെ. ഈ ഒരു എക്സ്പ്ലനേഷൻ എൻ്റെ മക്കളെ കറക്റ്റായിട്ട് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അന്തരീക്ഷ സമ്മർദ്ദം മൂലം പൈപ്പ് ചുരുങ്ങി പോകാതിരിക്കാൻ ഇതിനുള്ളിലെ കട്ടിയുള്ള വയർ അല്ലെങ്കിൽ മെറ്റൽ റിഗുകൾ നൽകിയിട്ടുണ്ടാവും. മെറ്റൽ റിങ്ങുകളാണ് കേട്ടോ, സോറി റിഗ് എന്നല്ല, മെറ്റൽ റിങ്ങുകൾ നൽകിയിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? സക്ഷൻ ഹോസിന്റെ പ്രത്യേകത മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഫയർ എഞ്ചിനിൽ നിന്ന് തീപിടുത്തമുണ്ടായ സ്ഥലത്തേക്ക് വെള്ളം ഉയർന്ന മർദ്ദത്തിലെത്തിക്കാൻ ഉപയോഗിക്കുന്ന ഹോസുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഒന്നുകൂടെ പറയുന്നു. എഞ്ചിനിൽ നിന്നും തീപിടുത്തമുണ്ടായ സ്ഥലത്തേക്ക് വെള്ളം ഉയർന്ന മർദ്ദത്തിൽ എത്തിക്കാൻ ഉപയോഗിക്കുന്ന ഹോസുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഡെലിവറി ഹോസ് അല്ലടാ. നമ്മൾ ഹൈ പ്രഷർ ടു ലോ പ്രഷർ എന്നൊരു കോഡ് പോലെ പഠിച്ചില്ലേ? കിട്ടിയില്ലേ? ആൻസർ കിട്ടിയില്ലേ? സക്ഷൻ ഹോസും ഡെലിവറി ഹോസിന്റെ ഡിഫറൻസ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ട് ഹോസുകൾ തമ്മിലോ അല്ലെങ്കിൽ ഹോസ് വയർ എഞ്ചിനുമായോ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹഭാഗങ്ങൾക്ക് പറയുന്ന പേര് എന്താണ്? ഉത്തരം നോക്കിയടാ. കപ്ലിങ്സ് എന്നല്ലേ. ഇന്ത്യയിൽ സാധാരണമായി ഇന്റർലോക്കിംഗ് കപ്ലിങ്സ് എന്നാണ് പറയുന്നത്. സെറ്റല്ലേ? രണ്ട് ഹോസുകൾ തമ്മിലോ അല്ലെങ്കിൽ ഹോസ് വയർ എഞ്ചിനുമായോ പരസ്പരം ബന്ധിക്കാൻ ഉപയോഗിക്കുന്ന ലോഹഭാഗങ്ങൾക്ക് പറയുന്ന പേരെന്താടാ? കപ്ലിങ്സ്. ഇന്ത്യയിൽ സാധാരണമായി ഇന്റർലോക്കിംഗ് കപ്ലിങ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇതും സെറ്റല്ലേ? രണ്ട് ഹോസുകൾ തമ്മിലോ അല്ലെങ്കിൽ ഹോസ് വയർ എഞ്ചിനുമായോ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹഭാഗങ്ങളുടെ പേര് കപ്ലിങ്സ്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എമർജൻസി ഫസ്റ്റ് എയ്ഡുകളായിട്ട് നമ്മൾ ചെയ്യേണ്ട ചില അപകടങ്ങളും ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടതും എന്നാൽ ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിനി പറഞ്ഞു തരാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ നമുക്ക് പഠിക്കാനുള്ളത് ചോക്കിംഗ്. എന്താണ് ചോക്കിംഗ് മക്കളെ? ശ്വാസതടസ്സത്തിനെയാണ് എന്ത് പറയുന്നത്? ചോക്കിംഗ് എന്ന് പറയുന്നത്. അതിനൊരു എക്സ്പ്ലനേഷൻ ഞാനിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരാളുടെ ശ്വാസനാളത്തിൽ ഭക്ഷണ സാധനങ്ങളോ മറ്റു വസ്തുക്കളോ കുടുങ്ങി ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു സിറ്റുവേഷനെയാണ് എന്ത് പറയുന്നത്? ചോക്കിംഗ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ സമയത്ത് നല്ല രീതിക്ക് സംസാരിക്കാനോ ചുമയ്ക്കാനോ സാധിക്കണം എന്നില്ല, എന്നാൽ ചിലപ്പോൾ സാധിക്കുന്നവരുണ്ട്.
അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ബേസിസിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു റിലേറ്റഡ് ഫാക്ട്സും അതുപോലെ ആ ഒരു സാഹചര്യത്തിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരാളുടെ ശ്വാസനാളത്തിൽ ഭക്ഷണ സാധനങ്ങളോ മറ്റു വസ്തുക്കളോ കുടുങ്ങി ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് മക്കളെ, ആ വ്യക്തിക്ക് സംസാരിക്കാനോ ചുമയ്ക്കാനോ സാധിക്കുന്നുണ്ടോ എന്ന് വേണം നമ്മൾ ആദ്യം നോക്കാനായിട്ട്. സാധിക്കുന്നുണ്ടെങ്കിൽ ശക്തമായി ചുമയ്ക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. കാരണം ചുമച്ച് നമ്മുടെ ശ്വാസനാളത്തിൽ കുടുങ്ങിയെടുക്കുന്ന സാധനം പുറന്തള്ളാനായിട്ട് നമ്മുടെ ശരീരത്തിന് സാധിക്കും. ഇനി ചുമയ്ക്കാൻ സാധിച്ചില്ലെങ്കിലോ ചുമയ്ക്കാൻ സാധിക്കാത്തൊരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? മഴയൊക്കെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ നെറ്റ് അടയ്ക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മളെന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇനി ഇൻ കേസ് നമുക്ക് ചുമയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ചുമയ്ക്കാൻ പറ്റാണ്ടുള്ള വല്ലാണ്ടുള്ളൊരു ടെൻഷനാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പുറത്തൊക്കെ തട്ടിയിട്ട് ചോക്കിങ്ങിന്ന് ചെറിയ രീതിയിൽ ആ ഒരു കുടുങ്ങിയെടുക്കുന്ന വസ്തു പുറത്തേക്ക് ചാടാനായിട്ടുള്ള ടെംപ്റ്റേഷൻ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പുറത്ത് തട്ടുന്നതിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചോക്കിങ്ങിന് ഒരു പരിഹാരം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിലേറ്റഡ് ആയിട്ട് നോക്കിയാലോ മക്കളെ. ചോക്കിങ് അനുഭവപ്പെടുന്ന ഒരു മുതിർന്ന വ്യക്തിയെ രക്ഷിക്കാൻ പുറത്ത് തട്ടുന്ന രീതി എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞു പുറത്ത് തട്ടുന്ന രീതി നമുക്ക് ഫലപ്രദമായിട്ടുള്ളൊരു മെത്തേഡാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? അത് വ്യക്തിയെ അല്പം മുന്നോട്ട് കുനിച്ചു നിർത്തുക. തുടർന്ന് നിങ്ങളുടെ കൈപ്പത്തിയുടെ അടിഭാഗം, ഹീൽ ഓഫ് ദ ഹാൻഡ്, ആ ഒരു പത്തി ഭാഗം കൊണ്ട് വേണം അവരുടെ ചുമലുകൾക്കിടയിലുള്ള ഭാഗത്ത് ബിറ്റ്വീൻ ദ ഷോൾഡർ ബ്ലേഡ്സ്, ചുമലുകൾക്കിടയിൽ എന്ന് പറയുമ്പോൾ ഷോൾഡർ ബ്ലേഡ്സിന്റെ ഭാഗത്താണ് 5 തവണ ശക്തമായിട്ട് മുന്നോട്ട് ആഞ്ഞു തട്ടിയ മുതിർന്ന വ്യക്തികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചോക്കിങ്ങിൽ നിന്ന് രക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ ചോക്കിങ്ങിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയില്ലേ? സെറ്റ് അല്ലേ? ഇനി നമ്മൾ അടുത്ത് പഠിക്കാനായിട്ട് പോകുന്നത് ഹെൽമിച്ച് മാനുവൽ അബ്ഡോമിനൽ ത്രസ്റ്റ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് വരുന്നത്. ചുമയിലൂടെ ബാക്ക് ബ്ലോസിലൂടെ ശ്വാസോടസം മാറിയില്ലെങ്കിൽ ചെയ്യുന്ന രക്ഷാ രീതിയാണ് ഇത് പറയുന്നത്. അതായത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്കിപ്പോൾ ചുമയ്ക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ചുമച്ചിട്ടും ആ ഒരു ശ്വാസ തടസ്സം അല്ലെങ്കിൽ ചോക്കിങ് മാറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുള്ള ക്വസ്റ്റിനുള്ള ആൻസർ ആണ് ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. എന്താണ് ഹെംലിച്ച് മാനുവൽ അല്ലെങ്കിൽ അബ്ഡോമിനൽ ത്രസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. ചുമയിലൂടെയോ ബാക്ക് ബ്ലോസിലൂടെയോ ശ്വാസതടസ്സം മാറിയില്ലെങ്കിൽ ചെയ്യുന്ന രീതിയാണിത്. രക്ഷാപ്രവർത്തകൻ രോഗിയുടെ പുറകിൽ നിൽക്കുക. നിങ്ങൾ ഈ NCCയിൽ അതുപോലെ സ്കൗട്ട്സിലൊക്കെ ഉണ്ടായിരുന്നിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ഫസ്റ്റ് എയ്ഡ് ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഈ പിക്ചറൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടാവും. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് എന്താ? തന്റെ കൈകൾ രോഗിയുടെ വയറിന് കുറുകെ, അതായത് പൊക്കിളിന് തൊട്ട് മുകളിൽ നെഞ്ചിന് താഴെയായിട്ടുള്ള ഒരു സ്പേസിലാണ് ആ കൈകൾ കൊണ്ട് ഇങ്ങനെ അമർത്തി പിടിക്കുന്ന ഒരു രീതി. ഒരു കൈ മുഷ്ടി ചുരുട്ടി പിടിച്ച് മറ്റേ കൈ കൊണ്ട് അതിന് മുകളിൽ ശക്തമായി പിടിച്ച് ഉള്ളിലേക്കും മുകളിലേക്കും ഇൻവേർഡ് ആൻഡ് അപ്വാർഡ് 5 തവണ ആഞ്ഞു വലിക്കുക. നിങ്ങൾക്ക് ഇത് ഈ സംഭവം ഈ ഒരു സാധനം നിങ്ങൾക്ക് ഇനി ഐഡിയ ഞാൻ പറയുന്നത് ക്ലിയർ ആവണില്ല എന്നുള്ളത് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പൊസിഷൻ പിക്ടോഗ്രാഫിക് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും. ഒരു ഫോട്ടോ പോലെ കാണും. അതായത് ഒരാളുടെ പുറകിൽ മറ്റൊരാൾ നിന്നിട്ട് നെഞ്ചിന്റെ താഴെയായിട്ട് എന്നാൽ പൊക്കിളിന് മുകളിലായിട്ട് കൈ മുറുക്കി പിടിച്ചിട്ട് വലിച്ചു വിടുന്ന ഒരു സംഭവത്തിനെയാണ് എന്ത് പറയുന്നത്? ഈ ഒരു ഹെംലിച്ച് മാനുവൽ എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും കുടുങ്ങി കിടക്കുന്ന ആ ഒരു വസ്തു പുറത്തേക്ക് വരും. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് മെത്തേഡാണ്. PSC പരീക്ഷയിൽ പ്രത്യേകിച്ച് ഫയർമാൻ എക്സാമിന് കൂടുതലും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സെറ്റ് അല്ലേ? ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു വെറൈറ്റി രീതി ഞാൻ കൊടുക്കുകയാണ്. ഗർഭിണികളാണ് അതുപോലെ അമിതവണ്ണമുള്ള ആൾക്കാർക്കാണ് ഈ ഒരു ചോക്കിങ് വന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അതിൽ ചെറിയൊരു രീതി ചേഞ്ച് ചെയ്താൽ മതി. വയറിന് പകരം നെഞ്ചിന്റെ മധ്യഭാഗത്തായിട്ട് നമ്മൾ അമർത്തിയാൽ മതി അല്ലേ? ഗർഭിണികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് വയറുമോ പ്രഷർ കൊടുത്ത് അമർത്താൻ പറ്റുമോ? ഇല്ല. അമിതവണ്ണമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഭാഗത്തായിട്ടാണ് വെക്കേണ്ടത്? ചെസ്റ്റ് ത്രസ്റ്റിന്റെ ഭാഗത്ത് വേണം എന്ത് ചെയ്യാനായിട്ട് നമ്മൾ കംപ്രഷൻ അല്ലെങ്കിൽ അമർത്താനായിട്ട് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? അപ്പൊ ചോക്കിങ്ങിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് ചോക്കിംഗ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ മക്കളെ? സെറ്റ് അല്ലടാ? ഇനി പാമ്പ് കടി ഏറ്റാൽ ചെയ്യേണ്ട കാര്യത്തിലേക്ക് നമുക്ക് പോവാം. ഇനി പാമ്പ് കടീനെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ മക്കളെ? പാമ്പ് കടി ഏറ്റൊരു വ്യക്തിക്ക് നൽകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ പ്രഥമ ശുശ്രൂഷ എന്താണ് മക്കളെ? രോഗിയെ പൂർണ്ണമായിട്ട് ശാന്തനാക്കുക. എന്താ കാരണം? രോഗി ഇപ്പോൾ ഒരുപാട് ടെൻഷൻ അടിച്ചു. എന്താ പറയുക, ഒബ്വിയസ്ലി നമ്മുടെ ആ ഒരു ബ്ലഡ് പ്രഷർ കൂടും, നമ്മുടെ ബ്ലഡിന്റെ സർക്കുലേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ബ്ലഡിന്റെ പമ്പിങ്ങിന്റെ സ്പീഡ് കൂടും. ഈ പമ്പിങ്ങിന്റെ സ്പീഡ് കൂടിയാൽ നമ്മുടെ ഈ പോയിസൺ, ഈ ഒരു പാമ്പിന്റെ വിഷം നമ്മുടെ ബോഡിയിലേക്ക് സ്പ്രെഡ് ആവാനായിട്ട് ഭയങ്കര കാരണമാവും. അപ്പം അതുകൊണ്ടാണ് ശാന്തനാക്കുക എന്നുള്ളൊരു കാര്യം പറയുന്നത്.
വിശ്രമിക്കാൻ അനുവദിക്കുക. അതുപോലെ രോഗി പരിഭ്രാന്തനായി ഓടുകയോ അനങ്ങുകയോ ചെയ്താൽ രക്തയോട്ടം വർദ്ധിക്കും, വിഷം ശരീരത്തിൽ വേഗത്തിൽ പടരുകയും ചെയ്യും. അതുകൊണ്ട് ആളെ സമാധാനമായിട്ട് ഇരുത്തുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട പ്രഥമമായിട്ടുള്ള കാരണം ആൾ ടെൻഷൻ അടിക്കും തോറും അല്ലെങ്കിൽ ആൾ ഓടുകയോ അനങ്ങുകയോ ചെയ്യും തോറും ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂടി ആ ഒരു വിഷം ബോഡി ഫുള്ള് സ്പ്രെഡ് ആവാൻ കാരണമാവും. അപ്പം അതാണ് നമ്മൾ തടയാനായിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? പാമ്പ് കടിയേറ്റ ഭാഗം ശരീരത്തിന്റെ ഏത് പൊസിഷനിലാണ് സൂക്ഷിക്കേണ്ടത് മക്കളെ? ബിലോ ദ ലെവൽ ഓഫ് ദ ഹെഡ് അല്ല ഹാർട്ട്. കടിയേറ്റ ഭാഗം എപ്പോഴും ഹൃദയത്തിന്റെ ലെവലിന് താഴെയായി സൂക്ഷിക്കണം. ഇത് വിഷം ഹൃദയത്തിലേക്ക് എത്തുന്നതിന്റെ വേഗത കുറയ്ക്കും. എപ്പോഴും ഹൃദയത്തിന്റെ ലെവലിനോട് താഴ്ത്തി പിടിക്കണം. എങ്ങനെ താഴ്ത്തി പിടിക്കണം? ഒരിക്കലും മുകളിലോട്ടായിട്ട് വെക്കാനായിട്ട് പാടില്ല. തലകീഴായിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ ആ ഒരു താഴ്ന്ന് നിൽക്കും തോറും നമ്മുടെ ഹൃദയത്തിലേക്ക് ആ ഒരു പോയിസൺ സ്പ്രെഡ് ആവുന്നത് തടയാനായിട്ട് പറ്റും. അപ്പൊ അത് ആ ഒരു പൊസിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. പാമ്പ് കടി ഏറ്റാൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതും സ്റ്റേറ്റ്മെന്റ് ബേസിസിൽ PSC ചോദിക്കാറുള്ള ഒരു കാര്യമാണ്. ഇതും കറക്റ്റായിട്ട് പഠിക്കാം. പാമ്പ് കടി ഏറ്റാൽ ചെയ്യാൻ പാടില്ലാത്തത്, കടിയേറ്റ ഭാഗത്ത് ബ്ലേഡ് ഉപയോഗിച്ച് കീറി ചോര കളയാൻ ശ്രമിക്കരുത്, ചെയ്യാൻ പാടില്ല. വായ വെച്ച് വിഷം ഊറ്റിക്കളയാനും നോക്കാൻ പാടില്ല. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത് ചെയ്യാൻ പാടില്ല. പിന്നെ ഏതാ? കടിയേറ്റ ഭാഗത്തിന് മുകളിലായി വള്ളി കൊണ്ടോ തുണി കൊണ്ടോ രക്തയോട്ടം പൂർണ്ണമായി തടയുന്ന രീതിയിൽ കടും കെട്ടുകൾ ഇടരുത്. ഇത് ഭാഗം ചീഞ്ഞു പോകാനോ അല്ലെങ്കിൽ മുറിച്ച് കളയേണ്ട സിറ്റുവേഷനിലേക്കോ പോകും. നമ്മൾ എന്താ പറയുക, സിനിമയിലൊക്കെ നമ്മൾ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ആ ഒരു ഭാഗം ഇങ്ങനെ മുറുക്കി കെട്ടുക. സയന്റിഫിക്കലി അല്ലെങ്കിൽ മെഡിക്കലി അത് ചെയ്യാനായിട്ട് പാടില്ല. കാരണം ആ ഒരു ഭാഗത്ത് നമ്മൾ വിഷം സ്പ്രെഡ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ കൂടി ആ ഭാഗത്ത് രക്തയോട്ടം പൂർണ്ണമായിട്ട് നിലച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഭാഗം കൊണ്ട് നമുക്ക് ആ ഭാഗം പിന്നെ ഉപയോഗശൂന്യമാവും. പിന്നെ അത് മുറിച്ച് കളയേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വരെ പോകും. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ എന്തായാലും ടൈറ്റൻ ചെയ്ത് കെട്ടാനായിട്ട് പാടില്ല. പിന്നെ ഐസ് വെക്കുകയോ പച്ചമരുന്ന് പുരട്ടുകയോ ചെയ്യാനോ പാടില്ല. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ഡൂസും ഡസും നിങ്ങൾ തെറ്റിക്കരുത്. ഓക്കെ അല്ലേ? ഇനി പാമ്പ് കടി ഏറ്റാൽ ചെയ്യുന്ന ഏക ശാസ്ത്രീയമായ ചികിത്സ എന്താണെന്ന് ചോദിച്ചാൽ എന്താണത്? ആന്റി സ്നേക്ക് വെനമാണ്. അതായത് എത്രയും പെട്ടെന്ന് ആന്റി സ്നേക്ക് വെനം ലഭ്യമായ ആശുപത്രിയിൽ എത്തിച്ചിട്ട് ആന്റി സ്നേക്ക് വെനം കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക ശാസ്ത്രീയ ചികിത്സാ രീതി. ഓക്കെ, ആ ഒരു കാര്യം മാത്രമാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുക. അപ്പൊ ഈ പാമ്പ് കടി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ അല്ലടാ. ഇനി നമുക്ക് ഇലക്ട്രിക് ഷോക്ക് അല്ലെങ്കിൽ വൈദ്യുതി ആഘാതം പഠിക്കാനായിട്ട് പോവാം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് വൈദ്യുതാഘാതം അഥവാ ഇലക്ട്രോക്യൂഷൻ അഥവാ കറന്റ് ഷോക്ക് എന്നതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഒരാൾക്ക് കറന്റ് അടിച്ചു നിൽക്കുന്നത് കണ്ടാൽ ഒരു രക്ഷാപ്രവർത്തകൻ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? ആദ്യം ചെയ്യേണ്ടത് എന്താ? അയാൾ ഓടിപ്പോയി തല്ലാണോ വേണ്ടത്? അല്ല, മെയിൻ സ്വിച്ച് ഓഫ് ആക്കാണ് വേണ്ടത്. അല്ലെങ്കിൽ പ്ലഗ് ഊരി മാറ്റി ചെയ്ത് പവർ സപ്ലൈ പൂർണ്ണമായിട്ട് നിർത്താമെന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കസാരോട് അടിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണത് നമ്മൾ. പക്ഷെ അത് സത്യം പറഞ്ഞാൽ നമ്മുടെ അപ്പോഴത്തെ ടെൻഷൻ കൊണ്ടാണ് സത്യത്തിൽ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് സാധിക്കുമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ പവർ സപ്ലൈ നിർത്താനുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ രോഗിയെ വൈദ്യുതി ഉറവിടത്തിൽ നിന്ന് മാറ്റാൻ എന്ത് ചെയ്യണം? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്കാണ് ഞാൻ വീണ്ടും വരുന്നത്. ഇപ്പോൾ ഒട്ടും വൈദ്യുതി നിർത്താൻ പറ്റണില്ല, നമുക്ക് ആ ഒരു മെയിൻ സ്വിച്ച് എവിടെയാണെന്ന് അറിയില്ല, അല്ലെങ്കിൽ സപ്ലൈ കുറക്കാൻ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഉണങ്ങിയ വിറക് കമ്പ്, പ്ലാസ്റ്റിക് പൈപ്പ്, റബ്ബർ, മറ്റല്ലെങ്കിൽ ഉണങ്ങിയ പാത്രം ചുരുട്ടിയത് എന്നിവ ഉപയോഗിച്ച് രോഗിയെ തള്ളി മാറ്റുക. ഒരിക്കലും രോഗിയെ സ്വന്തം കൈ കൊണ്ട് നേരിട്ട് തൊടരുത്. നേരിട്ട് തൊട്ടാൽ എന്തുണ്ടാവും? നമുക്ക് ഷോക്ക് അടിക്കും. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഉണങ്ങിയ ഡ്രൈ ഐറ്റംസ് കൊണ്ട് വേണം എന്ത് ചെയ്യാൻ? നമ്മൾ രോഗിയുടെ ആ ഒരു എന്ത് ചെയ്യാൻ പാടുള്ളൂ? ആ ഒരു കറണ്ടിൽ നിന്നും ആളുടെ ആ ഒരു കോണ്ടാക്ട് നമ്മൾ മാറ്റാൻ വേണ്ടി ചെയ്യേണ്ടത്. സെറ്റ് അല്ലേ? അടുത്ത ഭാഗത്തിലേക്ക് പോവാം. കറണ്ട് അടിച്ച വ്യക്തിക്ക് ബോധവും ശ്വാസവും ഇല്ലെങ്കിൽ ഉടൻ ചെയ്യേണ്ട ജീവൻ രക്ഷാ പ്രക്രിയ എന്താണ്? CPR കൊടുക്കുക എന്നുള്ളതാണ് അല്ലെ. കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ നൽകുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ. നെഞ്ചിന്റെ മധ്യഭാഗത്ത് അമർത്തുകയും കൃത്രിമ ശ്വാസം നൽകുകയും ചെയ്യുന്നതാണ് എന്ത്? CPR നൽകുക. ഓക്കെ അല്ലേ? ഇനി മറ്റ് പ്രധാന എമർജൻസി ചോദ്യങ്ങൾ പിന്നെ എന്താണ് PSC ചോദിക്കാറുള്ളത് മക്കളെ? ബേൺസിനെ കുറിച്ച് PSC പലപ്പോഴും ചോദിക്കാറുണ്ട് അല്ലെ. എന്താണ് മക്കളെ ബേൺസ്? പൊള്ളലേൽക്കലിനെ കുറിച്ചാണ് ബേൺസ് പറയുന്നത്. പൊള്ളലേറ്റ ഭാഗം 10 മുതൽ 15 മിനിറ്റ് വരെ പൈപ്പിൽ നിന്ന് ഒഴുകുന്ന സാധാരണ തണുത്ത വെള്ളത്തിൽ
കാണിക്കുക. ഇത് ചൂട് ഉള്ളിലേക്ക് ഇറങ്ങുന്നത് തടയും. ഐസ് എന്ത് ചെയ്യാൻ പാടില്ല, നേരിട്ട് വെക്കാൻ പാടില്ല. അപ്പോൾ ഐസ് നേരിട്ട് വെക്കുന്നതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നിങ്ങളത് എലിമിനേറ്റ് ചെയ്ത് കളയണം. ഇനി ഒരാൾ ബോധരഹിതനായി വീണാൽ, ഫെയിന്റിങ്, ഫസ്റ്റ് എയ്ഡായി അവരുടെ കൈകാലുകൾ ഉയർത്തി വെക്കുന്നത് എന്തിനാണ് വെക്കുന്നത്? കാലുകൾ നിലത്ത് നിന്ന് 8 to 12 ഇഞ്ച് മുകളിലേക്ക് ഉയർത്തി വെക്കുന്നത് വഴി കാലുകളിലെ രക്തം തലച്ചോറിലേക്ക് കൂടുതൽ വേഗത്തിൽ ഒഴുകിയെത്താനും വ്യക്തിക്ക് വേഗത്തിൽ ബോധം തിരിച്ചു കിട്ടാനും സാധിക്കുന്നു. ക്ലിയർ അല്ലേ? ഇത്രയും ഭാഗം ക്ലിയർ അല്ലേ? ഓക്കെ അല്ലടാ, സെറ്റ് അല്ലേ? ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് തരാം. നമ്മുടെ ഫസ്റ്റ് എയ്ഡിൻ്റെ ഇന്നത്തെ ക്ലാസ് അടക്കം 3 ക്ലാസ് കറക്റ്റായിട്ട് പഠിച്ചു പോയിട്ടുള്ള കുട്ടികൾക്ക് സിമ്പിളായിട്ട് ഇത് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്രഥമ ശുശ്രൂഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഫാദർ ഓഫ് ഫസ്റ്റ് എയ്ഡ് ആരാണ്? ഫ്രെഡറിക് ഇസ്മാർക്ക് ആണ് അല്ലെ. ജർമ്മൻ സർജനായ ഇദ്ദേഹമാണ് ആദ്യമായി യുദ്ധഭൂമിയിലും മറ്റ് പരിക്കേൽക്കുന്നവർക്കും താൽക്കാലികമായി നൽകേണ്ട ശുശ്രൂഷ രീതികൾ വ്യവസായ സ്ഥാപിതമാക്കിയത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളുടെ പേരും ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറിയുന്ന കുട്ടികൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിന്റെ ആദ്യത്തെ എക്സസൈസ് ആയിട്ട് അതൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിൽ നൽകുന്ന അടിയന്തര ചികിത്സ ജീവൻ രക്ഷിക്കാൻ ഏറ്റവും നിർണായകമാണ്. ഈ സമയത്തെ PSC ആവർത്തി ചോദിക്കുന്നത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഗോൾഡൻ ഹവർ അല്ലേ? ഗോൾഡൻ ഹവർ ആണ്. ആ ഒരു പെട്ടെന്ന് എത്തിക്കാന്നുള്ള ആ ഒരു സമയത്തിനെയാണ് എന്ത് ഗോൾഡൻ ഹവർ എന്ന് പറയുന്നത് അല്ലെ. ഇത് ജസ്റ്റ് PSC ആവർത്തിച്ച് ചോദിക്കുന്നതെന്നൊക്കെ ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തതാണ്. നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതായതുകൊണ്ടാണ് ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ഫോണ്ടിന്റെ മിസ്റ്റേക്ക് വരുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പാമ്പ് കടിയേറ്റ ഭാഗത്ത് നിന്നും വിഷം ഹൃദയത്തിലേക്ക് വ്യാപിക്കുന്നത് തടയാൻ പണ്ട് കാലങ്ങളിൽ പരക്കെ ഉപയോഗിച്ചിരുന്നതും എന്നാൽ ആധുനിക മെഡിക്കൽ സയൻസ് പൂർണ്ണമായി തള്ളിക്കളഞ്ഞതുമായ കടുംകെട്ടുകൾക്ക് പറയുന്ന പേരെന്താണ്? അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ടൂർണിക്കറ്റ് എന്നാണ് പറയാ. ടൂർണിക്കറ്റ്. അത് കറക്റ്റായിട്ട് ആ വേർഡ് പഠിക്കാം കേട്ടോ. ഓക്കെ അല്ലേ? ടൂർണിക്കറ്റ് ഇടുന്നത് വഴി, ഒരു മിനിറ്റ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് മനസ്സിലായി. ക്ലിയർ അല്ലേ? ഇപ്പോൾ ടൂർണിക്കറ്റ് ഇടുന്നത് വഴി ആ ഭാഗത്തേക്കുള്ള രക്തയോട്ടം പൂർണ്ണമായി നിലയ്ക്കുകയും കോശങ്ങൾ ചീഞ്ഞു പോവുകയും ചെയ്യും. അതിനാൽ ഇത് ചെയ്യരുത്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലടാ? അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം കേട്ടോ എന്താ സംഭവം എന്നുള്ളത്. ഇനി അടുത്തത്, ഇതൊക്കെ SCRT അതുപോലെ നമ്മൾ ഈ NCCയിലൊക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന ആ ഒരു ഫസ്റ്റ് എയ്ഡ് റിലേറ്റഡ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത്. കാരണം ഇതൊക്കെ തന്നെയാണ് നമ്മുടെ PSCയിലും ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റിലേറ്റഡ് നിങ്ങൾക്ക് നോട്ട്സ് തന്നത് കേട്ടോ. അടുത്തത്, ഹൃദയസ്തംഭനം ഉണ്ടായ ഒരാൾക്ക് ജീവൻ നിലനിർത്താൻ നൽകുന്ന CPRന്റെ പൂർണ്ണരൂപം കാർഡിയോ പൾമണറി റെസ്യൂസിറ്റേഷൻ. അത് കറക്റ്റായിട്ട് പഠിക്കുക. ഇത് പല രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് ചോദിക്കാറുണ്ട്. അടുത്തത്, കൃത്രിമ ശ്വാസം നൽകാൻ ഉപയോഗിക്കുന്ന ഏറ്റവും ലളിതവും ഫലപ്രദവുമായ രീതി എന്താണ്? വായയോട് വായ ചേർത്ത് വെച്ച് നൽകുന്ന രീതി, മൗത്ത് ടു മൗത്ത് റെസ്യൂസിറ്റേഷൻ ആണ് ഏറ്റവും ഫലപ്രദമായ CPRന്റെ രീതി. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അടുത്ത വിഭാഗത്തിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കിയേ. അപകടം നടന്ന ഒരു സ്ഥലത്ത് രക്ഷാപ്രവർത്തകൻ പാലിക്കേണ്ട അന്താരാഷ്ട്ര പ്രഥമ ശുശ്രൂഷ നിയമമായ DRSBCD എന്നതിൽ S എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വിട്ടുപോയൊരു സംഭവമാണ്. അതുകൊണ്ട് ഇതൊന്ന് ക്ലിയർ ആയിട്ട് നോക്കാം. ഇതിൽ സെന്റ് ആണ്. ഇതിൽ കറക്റ്റായിട്ട് ഞാൻ D തൊട്ട് തന്നെ പറഞ്ഞുതരാം. D ഫോർ ഡേഞ്ചർ, അപകട സാഹചര്യം പരിശോധിക്കുക. R ഫോർ റെസ്പോൺസ്, രോഗിയുടെ പ്രതികരണം നോക്കുക. സെൻ ഫോർ ഹെൽപ്പ്, എയർവേ, ബ്രീത്തിങ്, CPR. ഡിഫിബ്രിലിയേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു DRSABCD എന്ന ഒരു കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ S ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചത്, സെൻ ഫോർ ഹെൽപ്പ് ആണ്. ഇതിൽ ഏത് കോഡ് വേണമെങ്കിലും ചോദിക്കാം. സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മുതിർന്ന ഒരാൾക്ക് CPR നൽകുമ്പോൾ നെഞ്ചിൽ അമർത്തുന്നതും ചെസ്റ്റ് കംപ്രഷൻ, ഓക്കെ, കൃത്രിമ ശ്വാസം നൽകുന്നതും ഏത് അനുപാതത്തിലാണ് കൊടുക്കേണ്ടത്? ഈ ഒരു റേഷ്യോ ഒത്തിരി തവണയൊന്നും ഞാൻ ചോദിച്ചു കണ്ടിട്ടില്ല. 1-2 തവണ ചോദിച്ചിട്ടാണ് കണ്ടിട്ടുള്ളത്. എന്നാലും നിങ്ങൾക്ക് ഉപകാരമായിക്കോട്ടെ എന്ന് കരുതി ഞാൻ കൊടുത്തിട്ടുള്ളതാണ്. 30:2 ആണ്. 30 തവണ നെഞ്ചിൽ അമർത്തുമ്പോൾ 2 തവണ ശ്വാസം നൽകണം. അതായത് 15 തവണ അമർത്തിയതിനു ശേഷം ഒരു പ്രാവശ്യം ശ്വാസം കൊടുത്തിട്ട് വീണ്ടും അടുത്ത 15 ശേഷമാണ് അടുത്ത ശ്വാസം കൊടുക്കേണ്ടത്. ഇത് ഈ ഒരു ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മിനിറ്റിൽ എത്ര തവണ വരെ നമുക്ക് നെഞ്ചിൽ അമർത്താനായിട്ട് പാടും എന്നാണ് ചോദിക്കുന്നത്. 100 to 120 വരെയാണ് നമ്മൾ അമർത്താനായിട്ട് പാടുള്ളൂ. ഇനി സ്പ്രെയിനെ കുറിച്ചൊന്ന് ഒരു ക്വസ്റ്റ്യൻ വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യും മക്കളെ? ഉളുക്ക് ചതവൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യും?
ഉളുക്ക്, ചതവ എന്നിവ ഉണ്ടാകുമ്പോൾ നൽകേണ്ട പ്രഥമ ശുശ്രൂഷ എന്താണ് മക്കളെ? റൈസ് എന്ന കോഡാണ് കേട്ടോ, അറിയണം. അതെന്താണ്? R for rest, I for ice, C for compression, E for elevation. കംപ്രഷൻ എന്ന് പറയുമ്പോൾ വളരെ ഇറുകാത്ത രീതിയിലുള്ള ബാൻഡേജ്, നമ്മൾ രക്തയോട്ടം കുറയുന്ന രീതിയിലുള്ള ബാൻഡേജുകളൊന്നും കിടക്കാൻ പാടില്ല. ജസ്റ്റ് എന്നാൽ ഇത്തിരി ടൈറ്റും വേണം, എന്നാൽ ഇത്തിരി ലൂസും ഉണ്ടാവില്ല. ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആവുന്ന രീതിയിലുള്ള ഒരു ബാൻഡേഡ് വേണം നമ്മൾ ചെയ്യാനായിട്ട്. E for elevation, പരിക്കേറ്റ ഭാഗം ഹൃദയത്തിന്റെ ലെവലിനേക്കാൾ ഉയർത്തി വെക്കണം. ഓക്കെ അല്ലേ? ഇത്രയും ഭാഗം സെറ്റ് അല്ലേ? റൈസ് എന്ന കോഡ് ഇനി പഠിക്കില്ലേ മക്കളെ? മറക്കല്ലോ. സെറ്റ് അല്ലേ? അടുത്ത ഭാഗത്തിലേക്ക് പോവാം. ഇനി അടുത്ത നമ്മുടെ 2-3 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ സെഷൻ കഴിഞ്ഞു. ചോക്കിംഗ് കാരണം പൂർണ്ണമായി ശ്വാസം തടസ്സപ്പെട്ട ഒരാൾക്ക് കാണിക്കുന്ന സാർവത്രിക അടയാളം എന്താണ്? യൂണിവേഴ്സൽ സൈൻ ഓഫ് ചോക്കിംഗ് എന്താണ്? ഒന്നുകൂടെ പറയുന്നു. ചോക്കിംഗ് കാരണം പൂർണ്ണമായി ശ്വാസം തടസ്സപ്പെട്ട ഒരാൾ കാണിക്കുന്ന സാർവത്രിക അടയാളം, യൂണിവേഴ്സൽ സൈൻ ഓഫ് ചോക്കിംഗ് എന്താണ് ചോദിച്ചിരിക്കുന്നത്? 2 കൈകൾ കൊണ്ടും സ്വന്തം തൊണ്ടയിൽ അമർത്തി പിടിക്കുക. ഈ അവസ്ഥയിൽ വ്യക്തിക്ക് സംസാരിക്കാനോ ചുമയ്ക്കാനോ സാധിക്കില്ല. അത് മനസ്സിലാക്കുക. ചോക്കിംഗ് കാരണം പൂർണ്ണമായിട്ട് ശ്വാസം തടസ്സപ്പെടുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മളിത് ചെയ്യുക കേട്ടോ. ആ ഒരു കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഒരു പൂർണ്ണമായി ശ്വാസം തടസ്സപ്പെട്ട ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഈ ഒരു യൂണിവേഴ്സൽ സൈൻ ഓഫ് ചോക്കിംഗ് ചെയ്യുക. അതായത് 2 കൈകൾ കൊണ്ട് സ്വന്തം തൊണ്ടയിൽ അമർത്തി പിടിക്കുന്ന ഒരു സിറ്റുവേഷൻ. വ്യക്തിക്ക് സംസാരിക്കാനോ ചുമയ്ക്കാനോ ആ ഒരു സമയത്ത് സാധിക്കില്ല. അടുത്ത ക്വസ്റ്റ്യൻ. ഇനി കെമിക്കൽ പൊള്ളൽ, കെമിക്കൽ ബേൺസ്, ആസിഡ് ഒലിക്കുകയോ മറ്റോ ചെയ്യുമ്പോൾ ഉണ്ടായാൽ ആദ്യം ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ എന്താണ്? ധാരാളം വെള്ളം ഉപയോഗിച്ചിട്ട്, ഇപ്പോൾ ആസിഡ് ബേൺസ് ഒക്കെ നമുക്ക് അറിയുന്ന ആസിഡ് ഉപയോഗിച്ചിട്ടൊക്കെ മുഖം പൊള്ളുന്ന കേസിൽ അതിലെന്താ ചെയ്യുക? ധാരാളം വെള്ളം ഉപയോഗിച്ച് കെമിക്കൽ പൂർണ്ണമായി ഒഴുക്കി കളയുക. കുറഞ്ഞത് 20 മിനിറ്റെങ്കിലും വെള്ളം ഒഴിക്കണം. ആസിഡ് വീണ വസ്ത്രങ്ങൾ എത്രയും പെട്ടെന്ന് മുറിച്ച് മാറ്റുക. ഈ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആസിഡ് ബേൺസിൽ ചെയ്യേണ്ടത്. ഞാനിപ്പോൾ കുറച്ച് ഇതുവരെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് ആണ് എൻ്റെ മക്കൾക്ക് കാണിച്ചു തരുന്നത്. നമ്മൾ വെള്ളം ഒഴിക്കുക എന്നുള്ളതാണ് ബേസിക് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ആസിഡ് ബേൺസിൻ്റെ സമയത്ത്. പിന്നെ അതുപോലെ നമ്മൾ ഉരച്ച് കളയാനൊന്നും ശ്രമിക്കരുത് നമ്മുടെ സ്കിന്നൊന്നും. അതൊന്നും നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ അല്ലേ? പിന്നെ എത്രയും പെട്ടെന്ന് ആ ഒരു ആസിഡ് വീണ ഡ്രസ്സൊക്കെ മുറിച്ച് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുക. ഓക്കെ അല്ലേ? അതിനുശേഷം ഹോസ്പിറ്റലിൽ എത്തുന്നതാണ് നമ്മൾ ആസിഡ് ബേൺസിൻ്റെ കേസിൽ നോർമലി ചെയ്യേണ്ട കാര്യങ്ങൾ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പൊതുസ്ഥലങ്ങളിൽ ഹൃദയാഘാതം ഉണ്ടാകുന്നവർക്ക് ഷോക്ക് നൽകി ഹൃദയമിടിപ്പ് തിരിച്ചു കൊണ്ടുവരാൻ വെച്ചിട്ടുള്ള പോർട്ടബിൾ മെഷീനായ AEDയുടെ പൂർണ്ണരൂപം എന്താണ്? നമ്മൾ കണ്ടിട്ടില്ലേ? പൊതുസ്ഥലങ്ങളിൽ ഹൃദയാഘാതമൊക്കെ വന്നിട്ട് ആൾക്കാർ വീണ് കഴിഞ്ഞാൽ ഷോക്ക് നൽകിയിട്ട് ഹൃദയമെടുപ്പ് കൊടുക്കുന്ന ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ ഒരു മെഷീൻ്റെ പേരാണ് AED. അതിൻ്റെ ഫുൾ ഫോം എന്താണ് മക്കളെ? ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ. ആ ഒരു എനിക്ക് പ്രൊനൗൺസിയേഷൻ പെട്ടെന്ന് കിട്ടിയില്ല. ഓക്കെ, ആ ഒരു മെഷീൻ്റെ ഫുൾ ഫോമും നിങ്ങൾ പഠിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലടാ. അപ്പോൾ ഞാൻ ഒരു എക്സസൈസ് തന്നിട്ടുണ്ടായിരുന്നു. എന്താണ്? ആ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയുടെ പേര്. ഒരു എക്സസൈസും കൂടെ ഞാൻ നിങ്ങൾക്ക് തരാം. ഫസ്റ്റ് എയ്ഡ് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് മാൻഡേറ്ററി അല്ലെങ്കിൽ നിർബന്ധമായിട്ട് വെച്ചത് എന്നുള്ളതും കൂടെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഒരു എക്സസൈസും കൂടെ നിങ്ങൾക്ക് തരണമല്ലോ. ഈ ഒരു ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് ഒട്ടും എക്സസൈസ് തന്നില്ല. അടുത്തത് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഒരു ദിവസം കൂടെ പറയട്ടല്ലോ. ഞാൻ നിങ്ങൾക്ക് ഷോക്ക് അടിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. സോറി, ആസിഡ് ബേൺസ്, കെമിക്കൽ ബേൺസ് ആണ് ഞാൻ പറഞ്ഞത് അല്ല. നിങ്ങൾക്കറിയണം മറ്റ് ബേൺസുകളും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേ. അതിപ്പോൾ ഞാൻ കെമിക്കൽ ബേൺസ് ആണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത്. നിങ്ങൾക്കറിയാവുന്ന വേറെ ബേൺസും കൂടെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത സെഷനായിട്ട് ഞാൻ വീണ്ടും നെക്സ്റ്റ് ഡേ ഞാൻ വരുന്നതായിരിക്കും. കറക്റ്റായിട്ട് തന്നെ നമ്മുടെ 10 ഡേ സ്റ്റഡി സെഷൻ നിങ്ങൾ യൂസ് ചെയ്യുക. ലൈഫ് ട്രാക്കിൻ്റെ സൈഡിൽ നിന്ന് SSCD PSCD ഏതെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൺസേൺ ടീമിന് ഒഫീഷ്യൽ മെയിൽ ത്രൂ വാട്സ്ആപ്പ് ത്രൂ അറിയിക്കുക. നിങ്ങളുടെ എല്ലാ സഹകരണങ്ങൾക്കും ഒരുപാട് നന്ദി. നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ചിട്ടാണ് വീണ്ടും ക്ലാസ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് ഞങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ താങ്ക് യു.